പല ആളുകളും ചോദിക്കുന്നത് എനിക്ക് യാതൊന്നും അറിയില്ല, ഞാൻ ഏറ്റവും പഠനപരമായിട്ട് പുറകോട്ടായിരുന്നു, എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്നുള്ളതാണ് ചോദിക്കുക. പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പാലക്കാടിനെ കുറിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്, പാലക്കാടിനെ കുറിച്ചുള്ള ഒരു വ്യക്തി, പാലക്കാടുകാരനല്ലാത്ത ഒരാൾ പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ പാലക്കാട് ഒരുപാട് കാര്യത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയെന്ന് അറിയാമായിരിക്കും, വേറെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പാലക്കാടിനെ കുറിച്ച് നമ്മൾ മനസ്സിൽ വരുമ്പോൾ ഒരു ഇമേജ് കൊണ്ടുവരിക, ഒരു കൃഷി സംബന്ധമായ ഒരു ഇമേജ് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ കൊണ്ടുവരുമ്പോൾ പാലക്കാട് ഒരുപാട് കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് ഉള്ള ഒരു ജില്ലയാണ്. ഒരു ഉദാഹരണത്തിൽ പാലക്കാട്ടെ മകനെ പനിച്ചുവോ എന്നുള്ള ഒരു വാചകം നമ്മൾ പഠിച്ചു വെക്കുക എന്ന് വെക്കുക. നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ട് പാലക്കാട് നിന്നുള്ളതാണ്, മുതലവടയിൽ നിന്നുള്ളതാണ്. മാമ്പഴ കൃഷിക്ക് വിഖ്യാതമാണ് മുതലവട, പാലക്കാട് ഗ്രാമമായ മുതലവട. അപ്പോൾ മകനെ പനിച്ചു എന്ന് നമ്മൾ ഓർത്തിട്ടുണ്ടെങ്കിൽ മാങ്ങ പാലക്കാട് ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, മധുരക്കിഴങ്ങ് ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്നു, കരിമ്പ് ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. നെല്ല്, കേരളത്തിൽ ഏറ്റവും അധികം നെൽകൃഷി ഉള്ളത് ഇപ്പോൾ പാലക്കാട് ജില്ലയിലാണ്. ചില പുസ്തകങ്ങളിലൊക്കെ കുട്ടനാടെന്നൊക്കെ കാണും, അതൊക്കെ മാറിക്കഴിഞ്ഞു. പാലക്കാടാണ് ഏറ്റവും അധികം നെൽകൃഷിയുള്ള ജില്ല. പരുത്തി, നമ്മളിരുന്ന ഡ്രസ്സ് പരുത്തി കൊണ്ടുള്ളതാണെന്ന് വിചാരിക്കുക, പാലക്കാടാണ് ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്നത്. നീ വരുന്നത് നിലക്കടല. ചുണ്ണാമ്പ് ചോളവും ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. വാളയാറിലാണ് മലബാർ സിമെന്റ്സ് എന്ന് പറയുന്ന പ്രശസ്തമായ സ്ഥാപനമുള്ളത്. ഓറഞ്ച്, നെല്ലിയാമ്പതി, പാവപ്പെട്ടവൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി പാലക്കാട് ജില്ലയിലാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആദ്യം അങ്ങോട്ട് പഠിക്കുക. പാലക്കാട്ടെ മകനെ പനിച്ചുവോ, അപ്പോൾ ഓർത്തിട്ടുണ്ടെങ്കിൽ പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ട കാർഷിക സംസ്കാരത്തിൻ്റെ കാര്യങ്ങൾ ഓർത്തിട്ടുണ്ടെങ്കിൽ മധുരക്കിഴങ്ങിനെ കുറിച്ച് ഓർക്കാം, കരിമ്പിനെ കുറിച്ച് ഓർക്കാം, നെല്ലിനെ കുറിച്ച് ഓർക്കാം, പരുത്തിയെക്കുറിച്ച് ഓർക്കാം, നിലക്കടലയെക്കുറിച്ച് ഓർക്കാം, ചുണ്ണാമ്പിനെ കുറിച്ച് ഓർക്കാം, ചോളത്തെക്കുറിച്ച് ഓർക്കാം, ഓറഞ്ചിനെ കുറിച്ച് ഓർക്കാം. ഇനി ഈ വാളയാറിലൊരു ഡാമുണ്ട് എന്ന് ഓർക്കാം. ഇപ്പോൾ വാളയാറിലാണ് പ്രശസ്തമായ ഫോറസ്റ്റിൻ്റെ ട്രെയിനിങ് സ്കൂളുകളിൽ രണ്ടെണ്ണം ഉണ്ട്, അതിൽ ഒരെണ്ണം വാളയാറിലാണ്. അപ്പോൾ നമ്മളൊരു ഇമാജിനേഷൻ ഉപയോഗിച്ച് പഠിക്കുക, അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആദ്യം പഠിക്കുക. കേരളത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. കേരള നവോത്ഥാനം എന്ന് പറയുന്ന ടോപ്പിക് അതിനുശേഷം പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, കണക്കുമായിട്ട് ബന്ധപ്പെട്ട 5 ക്വസ്റ്റ്യൻ ഡെയിലി ചെയ്യുക. കണക്കെന്ന് പറയുമ്പോൾ മെന്റൽ എബിലിറ്റിയും കൂടി അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ PSC പരീക്ഷയിൽ കണക്കെന്ന് പറയുമ്പോൾ മാനസിക ശേഷി പരിശോധന കൂടി വരുന്നുണ്ട്. പിന്നെ പലപ്പോഴും ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട ഒരു 10 വേർഡ്സ് പഠിക്കുക. PSC പരീക്ഷയിൽ വന്ന വേർഡ്സ് പഠിക്കണം, എന്തെങ്കിലും പഠിച്ചാൽ പോരാ. അപ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ വൊക്കാബുലറി വളരെ സ്ട്രോങ് ആവും. ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നോക്കുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ ടാഗ് വളരെ എളുപ്പത്തിൽ ഒരു മാർക്ക് കിട്ടും. വൊക്കാബുലറിയുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ സിനോണിംസ്, ആന്റണിംസ്, ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ 5 മാർക്ക്, 20 മാർക്കിൽ 5 മാർക്ക്. LDC ആണെങ്കിൽ 20 മാർക്കാണ് ഇംഗ്ലീഷ് വരുന്നത്. അപ്പോൾ വേർഡ്സ്, അതിൻ്റെ സ്പെല്ലിങ്, സിനോണിംസ് 2 ആന്റണിംസ് 2 5 മാർക്ക് കിട്ടി. ക്വസ്റ്റ്യൻ ടാഗ് കൂടി ആകുമ്പോൾ 6 മാർക്കായി. പിന്നെ ടെൻസുമായിട്ട് ബന്ധപ്പെട്ട് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതിൽ ഇപ്പോൾ യൂഷ്വലി ഉപയോഗിക്കുമ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഐ യൂഷ്വലി ഗോ ടു ചർച്ച്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ആപ്പിൻ്റെ സഹായത്തോടു കൂടി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കവാറും കവർ ചെയ്യാം. അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി കഴിയുമ്പോൾ തന്നെ ഒരു 30% പോർഷൻസ് അതേപടി കിട്ടും. പ്രത്യേകിച്ച് ഇംഗ്ലീഷിലും കണക്കിലുമാണ് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നത്. കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യങ്ങൾ ഒരു ചുരുങ്ങിയത് ഒരു 3 പുസ്തകങ്ങളെ, ചെറിയ ചെറിയ പുസ്തകങ്ങൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതൊരു 3 പുസ്തകങ്ങളുടെ സഹായത്തോടു കൂടി കവർ ചെയ്യുക. എൻ്റെ പുസ്തകങ്ങളൊക്കെ ഓരോ ടോപ്പിക്കായിട്ട് കവർ ചെയ്യുന്നതാണ്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് 18 ബുക്കുകളും ചെറിയ ചെറിയ ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ മാതൃഭൂമിയിൽ പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളുടെ ചെറിയ ചെറിയ ബുക്കുകൾ അവൈലബിൾ ആണ്. ഗ്രീൻ ബുക്സിൽ നിന്ന് അവൈലബിൾ ആണ് ക്വാളിറ്റിയുള്ള ബുക്കുകൾ. പിന്നെ വലിയ വലിയ ബുക്കുകൾ മേടിച്ച് കഴിയുമ്പോൾ, ബുക്ക് മേടിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, മിക്കവരും ചെയ്യുന്നത് അത് പരീക്ഷയുടെ സമയത്ത് പഠിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ കുറേശ്ശെയായി അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആദ്യം ഒരു 3 മാസം പഠിക്കുക, എന്നിട്ട് മാത്രം കഠിനമായ കാര്യങ്ങളിലേക്ക് പോവുക. കേരളവുമായിട്ട് ബന്ധപ്പെട്ടും കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടും ഇന്ത്യയെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ ഏത് പരീക്ഷയിലും ചോദിക്കുന്നതാണ്. ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചുള്ള, ആധുനികമായ ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ ഒരു 40% മാർക്കായി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൂടി നോക്കിയാൽ 50% മാർക്കായി. കേരള നവോത്ഥാനം, ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 50 മാർക്കിൻ്റെ പോർഷനായി കഴിഞ്ഞു. പിന്നെ വരുന്നതാണ് കണക്ക് 10 മാർക്ക്, മെന്റൽ എബിലിറ്റി 10 മാർക്ക്, ചില പരീക്ഷകളിൽ ഇംഗ്ലീഷ് 10 മാർക്ക്, കറണ്ട് അഫയേഴ്സും സയൻസും കൂടി 10 മാർക്ക്, മലയാളത്തിൻ്റെ 10 മാർക്ക് വരുന്നുണ്ട് ഡിഗ്രി ലെവൽ പരീക്ഷകളാണെങ്കിൽ. അപ്പോൾ ഈ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നേടാം. മലയാളമൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. പക്ഷേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ച് തയ്യാറെടുക്കുക, അത് വളരെ ഒരു എഫക്റ്റീവായ ഒരു സംഭവമാണ്.
അപ്പോൾ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. നിങ്ങൾ എപ്പോഴും വിജയിക്കും എന്നുള്ളത് മനസ്സിൽ പറയുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആർക്കാനും വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ഞാൻ ജയിക്കും, എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥനാവണം, എനിക്ക് കഴിവുണ്ട്, എനിക്ക് ടാലൻ്റ് ഉണ്ട്, ഞാൻ അതിനു വേണ്ടി നിരന്തരം ശ്രമിക്കും, ഒരു മിനിറ്റ് പോലും വെറുതെ കളയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണ് വിജയം. നിങ്ങൾക്ക് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ജോലി ഉറപ്പായിട്ട് കിട്ടും. ഞാൻ അതിനുവേണ്ടി ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വളരെയധികം വർക്ക് ചെയ്യുമായിരുന്നു. ഒരു 10-12 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോൾ എനിക്കൊരു 2-3 മണിക്കൂറേ വായിക്കാനുള്ളത് കിട്ടാറുള്ളൂ. അപ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ റിവൈസ് ചെയ്യാറുണ്ട്. മോട്ടിവേഷൻ പ്രോഗ്രാമുകളും കരിയർ ഗൈഡൻസ് പ്രോഗ്രാമുകളും PSC ബേസ്ഡ് ആയിട്ടുള്ള മെമ്മറി ബേസ്ഡ് പ്രോഗ്രാമുകളും ചെയ്യാറുണ്ട്. പിന്നെ ഇയേഴ്സിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വേറൊരു കാര്യം, ഒരു ഉത്തരം വരുന്ന ഒരുപാട് വർഷങ്ങളുണ്ട്. ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം രചിക്കപ്പെട്ട വർഷം ഏതാണെന്ന് ചോദിച്ചാലും, ISRO നിലവിൽ വന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാലും, വിശ്വനാഥ് ആനന്ദ് ജനിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാലും, അർപ്പാനെറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ ഇന്റർനെറ്റ് നിലവിൽ വന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാലും, സൂയസ് കനാൽ 100 വർഷം പൂർത്തിയാക്കിയ വർഷം ഏതാണെന്ന് ചോദിച്ചാലും, ഗാന്ധിജിയുടെ ജന്മശതാബ്ദി ഏത് വർഷമാണെന്ന് ചോദിച്ചാലും 1969 ഉത്തരം. 1969 എക്കണോമിക്സ് നോബൽ സമ്മാനം നിലവിൽ വന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള വർഷങ്ങൾ, ട്രിക്കി ആയിട്ടുള്ള വർഷങ്ങൾ കണ്ടുപിടിക്കുക, അത് തയ്യാറെടുക്കുക, മഹാന്മാരായിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് പഠിക്കുക, അവരുടെ ആദർശങ്ങൾ ജീവിതത്തിൽ പകർത്തുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ജോലി നേടിയാലും വളരെ വിനയത്തോടു കൂടി, വളരെ സ്നേഹത്തോടു കൂടി ഓഫീസിൽ വരുന്നവരെ അവിടെ പ്രവർത്തിക്കുക. ഗവൺമെൻറ് സർവീസ് ഈസ് ഗോൾഡൻ സർവീസ് എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സർവീസാണ്, ഗോഡ്സ് ഓൺ സർവീസ് ആണ് ഗവൺമെൻറ് സർവീസ്. കർണാടകത്തിലെ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഗവൺമെൻറ് സർവീസ് ഈസ് ഗോഡ്സ് ഓൺ സർവീസ്. അതായത് ഏറ്റവും സർവീസ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയുള്ളവർ ഗവൺമെൻറ് സർവീസിലേക്ക് ദയവായി കടന്നു വരിക. ഏറ്റവും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശമുള്ളവർ ഗവൺമെൻറ് സർവീസിലേക്ക് ദയവായി വരരുത്. അപ്പോൾ ഏറ്റവും സർവീസ് ചെയ്യാൻ താല്പര്യമുള്ള, ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള, ഏറ്റവും സിമ്പിളായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ആളുകൾക്ക് ഗവൺമെൻറ് സർവീസിലേക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. PSC മാത്രമല്ല, സ്റ്റാഫ് സെലക്ഷൻ ഉണ്ട്, റെയിൽവേയുടെ പരീക്ഷകളുണ്ട്, ഗ്രൂപ്പ് D പോലെയുള്ള പരീക്ഷകളുണ്ട്, 30,000 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട്, നേവി, ആർമി, എയർഫോഴ്സിൻ്റെ പരീക്ഷകളുണ്ട്, ഇൻ്റലിജൻസ് ബ്യൂറോയുടെ പരീക്ഷയുണ്ട്, UPSCയുടെ പരീക്ഷകളുണ്ട്. ഇതിനെല്ലാം തയ്യാറെടുക്കുക. ഇപ്പോൾ നിരവധി റിസോഴ്സസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ എൻട്രി എന്ന് പറയുന്ന ആപ്പ് ഇന്ന് ഇൻ്റർവ്യൂ എടുക്കാൻ വന്നിരിക്കുന്നു. അവരുടെ ആപ്പ് വളരെ ഒരു നിലവാരമുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള തെറ്റുകളില്ലാത്ത ആപ്പുകൾ ഉപയോഗിക്കുക, മുന്നേറുക, വിജയം ഉണ്ടാകട്ടെ, ജോലി കിട്ടട്ടെ. താങ്ക് യു വെരി മച്ച്.